പി.സി. ജോർജിന് ഒരു കേസ് കൂടി. തൊടുപുഴയിലെ വിദ്വേഷ പ്രസംഗത്തിൽ കേസെടുക്കാൻ കോടതി നിർദ്ദേശം. വിവാദങ്ങൾ പി.സി. ജോർജിന്റെ കൂടപ്പിറപ്പാണ് എന്ന് കരുതി മിണ്ടാതിരിക്കാനൊന്നും പി.സിക്ക് കഴിയില്ല. മിണ്ടാതിരിക്കാൻ മാത്രമല്ല, പറയേണ്ടത് തുറന്നടിച്ച് പറഞ്ഞ ശേഷം അതിന്റെ പേരിൽ കേസെടുക്കാൻ വെല്ലുവിളിക്കുന്നതും പി.സിയുടെ ഒരു സ്റ്റൈലാണ്. ഒരുപക്ഷെ ഇത് പി.സിയുടെ മാത്രം സ്റ്റൈലാണെന്ന് വേണമെങ്കിൽ പറയാം. ഏത് കേസ് വന്നാലും അത് കോടതിയിൽ നേരിട്ട് കൊള്ളാമെന്നാണ് പി.സി പറയുന്നത്. ഒന്നിനു പിറകെ ഒന്നായി പി.സിയുടെ കേസുകളുടെ എണ്ണം കൂടുമ്പോഴും അദ്ദേഹം സ്വന്തം ശൈലി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. തന്നെ പിടിച്ചുകെട്ടാൻ ആവില്ല മക്കളെ എന്ന സ്റ്റൈലിൽ. ഇപ്പോഴിതാ തൊടുപുഴയിലെ വിദ്വേഷ പ്രസംഗത്തിൽ ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിനെതിരെ കേസെടുക്കണമെന്ന് നിരീക്ഷിച്ചിരിക്കുകയാണ് കോടതി. കേസെടുക്കാൻ തൊടുപുഴ പോലീസിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തൊടുപുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. പി.സി. ജോർജിന്റെ പരാമർശത്തിൽ കേസെടുക്കാമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിന് പിന്നാലെയാണ് കേസെടുക്കാൻ കോടതിയും പറഞ്ഞിരിക്കുന്നത്. അടിയന്തരാവസ്ഥയുടെ വാർഷികവുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിലായിരുന്നു പി.സി. ജോർജിന്റെ വിദ്വേഷ പ്രസംഗം. കേരളത്തിൽ വർഗീയത കൂടുന്നു എന്നടക്കമുള്ള പരാമർശങ്ങളായിരുന്നു പി.സി. ജോർജ് നടത്തിയത്. മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് മാറുന്നത് ഗുണകരമല്ലെന്ന് പി.സി. ജോർജ് പറഞ്ഞിരുന്നു. ഇക്കാര്യം മുസ്ലിം സമൂഹം കൂടി പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ സ്നേഹിക്കാത്ത ഒരുത്തനും ഇവിടെ താമസിക്കേണ്ട. ഇതിന്റെ പേരിൽ വേണമെങ്കിൽ പിണറായിക്ക് ഒരു കേസ് കൂടി തന്റെ പേരിലെടുക്കാം. തനിക്ക് പ്രശ്നമില്ല, കോടതിയിൽ തീർത്തോളാമെന്നും പി.സി. ജോർജ് പറഞ്ഞിരുന്നു. യൂത്ത് കോൺഗ്രസ് നേതാവ് എസ്.ടി. അനീഷ് കാട്ടാക്കട നൽകിയ സ്വകാര്യ അന്യായത്തിലാണ് ഇപ്പോൾ കോടതി നടപടി വന്നിരിക്കുന്നത്. സമാന പരാമർശങ്ങൾ നടത്തിയതിന് പി.സി. ജോർജിനെതിരെ നേരത്തെ കേസെടുത്തതാണെന്നും കൃത്യമായി ശിക്ഷ നൽകാത്തതുകൊണ്ടാണ് പി.സി. ജോർജ് വീണ്ടും തുടർച്ചയായി ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതെന്നും അനീഷ് കാട്ടാക്കട നൽകിയ പരാതിയിൽ പറയുന്നു. കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചെന്ന് കരുതി പി.സി. തന്റെ ശൈലി മാറ്റുമെന്നൊന്നും രാഷ്ട്രീയ കേരളം കരുതുന്നില്ല. പി.സി. തന്റെ സ്റ്റൈൽ തുടർന്നുകൊണ്ടേയിരിക്കും. തുടരണം എന്ന് തന്നെയാണ് 140 ന്യൂസ് പൊളിറ്റിക്സിനും പറയാനുള്ളത്. കാരണം പഠിച്ചതല്ലേ പാടാൻ കഴിയൂ.